ഹലോ, നമുക്കൊരു വെറൈറ്റിക്ക് ഫ്ലവർ പോട്ട് എൻവലപ്പ് ഉണ്ടാക്കിയാലോ? കൂടെ നമുക്കൊരു കൊടുക്കാനൊരു മെസ്സേജും കൂടെ എഴുതാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങുന്ന പേപ്പർ കിറ്റില്ലേ, അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചതാ. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ മൂന്നായിട്ട് മടക്കാം. ഇത് പോട്ടായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് താഴ്വശം ഒരു സെൻറ്റിമീറ്റർ രണ്ട് വശത്തു നിന്നും നമ്മൾ വെട്ടിക്കളയുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പശ തേച്ച് അകത്തും പുറമേയും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി അകത്ത് മെസ്സേജ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളർ പേപ്പറും അതിനേലും കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള ഒരു വൈറ്റ് പേപ്പറും എടുക്കണം. ഇത് തമ്മിൽ ഒട്ടിച്ച് ജസ്റ്റ് ആ എൻവലപ്പിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് നോക്കി പുറമേ കാണുന്ന ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ മെസ്സേജ് എഴുതുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി കുറച്ച് വരയും കുറിയൊക്കെ അതിൻ്റെ അത് ചെയ്യുന്നുണ്ട്. മെസ്സേജ് നോട്ട് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ഷേപ്പിൽ കുറച്ചധികം പിങ്ക് കളർ പേപ്പേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ഇതിൻ്റെ ലീവ്സിന് വേണ്ടിയിട്ട് 2 ഷെയ്ഡിലുള്ള ഗ്രീൻ പേപ്പേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ള മെസ്സേജ് ഇനി ഭംഗിയായിട്ട് ഇതിൻ്റെ അകത്ത് എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു താങ്ക്ഫുൾ നോട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരാളോട് എന്താണോ കൺഫേം ചെയ്യാനുള്ളത് അത് ഇതിൻ്റെ അകത്ത് ഭംഗിയായി എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇത് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി കളർ പെൻസിൽസൊക്കെ യൂസ് ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ എൻവലപ്പിൽ കൂടെ കുറച്ചുകൂടെ റൈറ്റിങ്സ് ഒക്കെ എഴുതാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ചാനലിൻ്റെ പേരും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബർത്ത്ഡേ വിഷ് ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നോ ആനിവേഴ്സറി വിഷസോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് ഐഡിയ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഒപ്പീനിയൻസും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു ക്രാഫ്റ്റ് വരുന്നത് വരെ ബൈ.